കിച്ചണിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി ജനലൊക്കെ തുറന്ന് പുറത്തേക്ക് നോക്കി ആ ഒരു ചെടികളൊക്കെ കണ്ട് പൂക്കളൊക്കെ കണ്ട് പോസിറ്റീവ് എനർജി ഒന്ന് മൊത്തം മൈൻഡിലേക്ക് ഒന്ന് സെറ്റാക്കും. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ എണീക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇക്കാക്കുള്ള ചായ വെച്ചു കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് മുട്ടയും പഴം പുഴുങ്ങാണല്ലോ. അപ്പോൾ അത് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കട്ടെ. പഴം പുഴുങ്ങാനായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പഴം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാവും ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴം എടുത്തിട്ട് ഞാൻ ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇനി അത് നെയ്യിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പഴം ഒരു സൈഡ് ഏകദേശം ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ. അപ്പോൾ പഴം അടുപ്പത്തിട്ടിട്ട് ഞാൻ മോനെടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് വന്നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആയിട്ടില്ല. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇക്കാക്ക് വിളമ്പി കൊടുത്തിട്ടോ. ആളതെല്ലാം കഴിച്ച് കടയിൽ പോയിട്ടോ. പിന്നെ ഞാൻ സമാധാനത്തിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളെ മലപ്പുറക്കാരുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള അപ്പമാണ് കേട്ടോ ഞാൻ ഇന്ന് ചുടുന്നത്. അപ്പം ചുടാൻ പിന്നെ പ്രത്യേക പണിയൊന്നും വേണ്ടല്ലോ. ചിലർ ദോശ എന്ന് പറയും, ഞങ്ങളിവിടെ അപ്പം എന്നാട്ടോ പറയാം. അപ്പോൾ കലക്കി ഒഴിക്കുക, ഒരു പണിയില്ല. സാധാരണ നമ്മൾ അരിപ്പൊടി പൊടിച്ച് കൊണ്ടുവന്ന് കഴിച്ചിട്ട് അത് കുറച്ച് എടുത്തിട്ട് എത്ര ആവശ്യം വെച്ചാൽ അത് എടുത്തിട്ട് പിന്നെ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കലക്കുക. എന്നിട്ട് അതിൽ ഉപ്പും പാകത്തിന് ഉപ്പിട്ടിട്ട് ഇതുപോലെ ചട്ടി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിക്കാം കേട്ടോ. ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. നേരം വെളുക്കുമ്പോൾ തന്നെ മോൻ എണീറ്റ് വരും. അപ്പോൾ പിന്നെ വേറെ ഒരു പണിയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓൻ എണീക്കുമ്പോഴേക്കിനും എല്ലാ പണിയും തീർക്കണം എന്ന് കരുതും. പക്ഷേ ഇപ്പോൾ ഓന് അസുഖമായത് കാരണം എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. നേരത്തെ എണീക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. അത് കാരണമാണ് ഇന്ന് കുറച്ച് ലേറ്റായത് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം കൂടെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട്. കുട്ടികൾക്കും എനിക്കുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം. ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുള്ളൂ. അപ്പോൾ അതിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കണതിൻ്റെ ആ ഇടയിൽ തന്നെ ഞാൻ ചോറിനും വെള്ളം വെക്കും കേട്ടോ. എന്നാൽ പിന്നെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ സമയം നേരത്തെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ അത് വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ അതിലിട്ടു. ഇനി അങ്ങനെ കടന്നുങ്ങാണ്ട് വേവും. അപ്പോൾ പിന്നെ ഇനി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിറക് അത്യാവശ്യം കത്തനുണ്ടല്ലോ. അപ്പം ഞാൻ ഇന്നലത്തെ മീൻകറിയും അപ്പം കൂടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ആ മഴ കണ്ട് ഞാൻ അങ്ങനെ ചായ കുടിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.